ഹേയ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ളൊരു ടോപ്പിക്കാണ്. GCC കൺട്രീസിൽ ടീച്ചർ ആവാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. BEd മാൻഡേറ്ററി ആണോ, PGCE വേണോ, ക്യാഷ് ലെവൽ 3 മതിയോ KG ടീച്ചറാകാൻ, IELTS വേണോ, ടീച്ചിങ് അസിസ്റ്റൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ പ്രൈമറി ടീച്ചർ, സബ്ജക്ട് ടീച്ചറിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് പലരും ചോദിക്കാറുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. KG ടീച്ചേഴ്സ്, പ്രൈമറി ടീച്ചേഴ്സ്, സബ്ജക്ട് ടീച്ചേഴ്സ്, ടീച്ചിങ് അസിസ്റ്റൻസ് എല്ലാ ലെവലിനും വേണ്ടി എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ക്വാളിഫിക്കേഷൻ ആണുള്ളത്. ടീച്ചറാകാൻ മെജോറിറ്റി GCC സ്കൂൾസും നോക്കുന്ന 2 മെയിൻ ക്വാളിഫിക്കേഷൻസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസും ടീച്ചിങ് ക്വാളിഫിക്കേഷൻസും ആണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ഡിഗ്രി ഏതാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ്, BSc ഫിസിക്സ്, BCom ഇങ്ങനെ വരുന്ന നമ്മുടെ ഡിഗ്രിയാണ് നമ്മൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. ദെൻ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ ടീച്ച് ചെയ്യാൻ ട്രെയിൻഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ക്വാളിഫിക്കേഷനാണ്. ഫോർ എക്സാമ്പിൾ BEd, PGCE, PGDE അല്ലെങ്കിൽ വേറെ ടീച്ചിങ് ഡിപ്ലോമാസ് ഒക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. മോസ്റ്റ് സ്കൂൾസ് നമ്മളടുത്തുനിന്ന് ഈ രണ്ട് ക്വാളിഫിക്കേഷൻസും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് പ്ലസ് ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് നമ്മളടുത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ KG അല്ലെങ്കിൽ ഏർലി ഇയേഴ്സ് ടീച്ചേഴ്സ് ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. KG ടീച്ചേഴ്സ് യൂഷ്വലി ടീച്ച് 3 to 5 years ഏജ് ചിൽഡ്രൻ. സോ ഇവിടെ സ്കൂൾസ് മെയിൻലി നോക്കുന്നത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആണ്. കോമൺ ക്വാളിഫിക്കേഷൻസ് ഇതിൽ വരുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd ഇൻ പ്രൈമറി അല്ലെങ്കിൽ ഏർലി ഇയേഴ്സ് എഡ്യൂക്കേഷൻ, മോണ്ടിസോറി ട്രെയിനിങ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഡിപ്ലോമാസ്, ഇതൊക്കെയാണ് KG ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ക്യാഷ് ലെവൽ 3നെ കുറിച്ച്. ക്യാഷ് ലെവൽ 3 ഏർലി ഇയേഴ്സ് എഡ്യൂക്കേറ്റർ ക്വാളിഫിക്കേഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അതിൽ മെയിൻലി പഠിപ്പിക്കുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, പ്ലേ ബേസ്ഡ് ലേണിംഗ്, ക്ലാസ് റൂം കെയർ ഫോർ യങ് ചിൽഡ്രൻ ഒക്കെയാണ്. അപ്പം മെനി നഴ്സറീസ് ആൻഡ് ഏർലി ലേണിംഗ് സെൻറ്റേഴ്സ് അക്സെപ്റ്റ് ക്യാഷ് ലെവൽ 3 ഫോർ ഏർലി ഇയേഴ്സ് റോൾസ്. ഓക്കെ, ഒട്ടുമിക്ക അല്ലെങ്കിൽ നഴ്സറീസും ഏർലി ലേണിംഗ് സെൻറ്റേഴ്സൊക്കെ ഈ ഒരു ക്യാഷ് ലെവൽ 3 ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റോളിലേക്ക് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ലെവൽ 3 ഒരിക്കലും BEdന് പകരം വരുന്നൊരു ക്വാളിഫിക്കേഷൻ അല്ല. ക്യാഷ് ഇസ് മെയിൻലി ഏർലി ഇയേഴ്സ് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ക്യാഷ് ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നഴ്സറി അല്ലെങ്കിൽ ഏർലി ഇയേഴ്സ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. BEd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ടീച്ചിങ് ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, സോ ക്യാഷ് ലെവൽ 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി ടീച്ചർ അല്ലെങ്കിൽ ഏർലി ഇയേഴ്സ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ KG ടീച്ചിങ് അസിസ്റ്റൻസ് ഒക്കെയാണ്. പക്ഷേ കൂടുതൽ സ്കൂൾസും പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രി പ്ലസ് BEd ഉള്ള ടീച്ചർ റോൾസ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനാണ്. ദെൻ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈമറി ടീച്ചേഴ്സ് യൂഷ്വലി ടീച്ച് ഗ്രേഡ് 1 to grade 5. അപ്പോൾ ഇതിൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പ്രൈമറി ടീച്ചേഴ്സ് ആവാൻ സ്കൂൾസ് നമ്മളെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബാച്ചിലർ ഡിഗ്രി പ്ലസ് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി പ്ലസ് PGCE ആണ് നമ്മൾക്ക് വേണ്ടത്. ഈ ഒരു കോമ്പിനേഷൻ ഒട്ടുമിക്ക സ്കൂൾസും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ അപ്പർ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ടീച്ചേഴ്സ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ടീച്ചർ അല്ലെങ്കിൽ ഫിസിക്സ് ടീച്ചറോ ബയോളജി ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെയൊക്കെ ആവാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സബ്ജക്റ്റ് സ്പെസിഫിക് ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ ഉണ്ട്. നമ്മൾ ഡിഗ്രി ഏതാണോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണോ അതിലായിരിക്കണം നമ്മളുടെ ബാച്ചിലർ ഡിഗ്രി വരുന്നത്. ഇപ്പോൾ മാത്സ് ടീച്ചർ ആവാൻ നമ്മൾക്ക് BSc മാത്തമാറ്റിക്സ് വേണം, ഫിസിക്സ് ടീച്ചർ ആവാൻ നമ്മൾക്ക് BSc ഫിസിക്സ് വേണം, ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ BA ഇംഗ്ലീഷ് വേണം. ദെൻ നിങ്ങൾക്ക് ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് ഓൾസോ വേണം. BEdോ PGCE അല്ലെങ്കിൽ PGDE. സ്കൂൾസ് നമ്മൾ സബ്ജക്റ്റ് നോളജും ടീച്ചിങ് ട്രെയിനിങ്ങും പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ BEd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷനാണ്. ഇത് ടീച്ചിങ് പ്രൊഫഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. ഇതിൽ നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ലെസൺ പ്ലാനിങ്, സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd കോമ്പിനേഷൻ സ്കൂളിൽ വളരെ കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. ദെൻ PGCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഡ്യൂക്കേഷൻ. ഇത് മെയിൻലി ഒരു UK എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു ടീച്ചിങ് ക്വാളിഫിക്കേഷനാണ്. ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾസിലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ PGCE ഉള്ളത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് PGCE ആണ്. പക്ഷേ അതിനർത്ഥം ബി എഡിൻ്റെ പുറമേ നിങ്ങളത് ചെയ്യണം എന്നുള്ളതല്ല. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇഫ് നിങ്ങൾക്ക് ഓൾറെഡി BEd ഉണ്ടെങ്കിൽ മോസ്റ്റ് കേസസിൽ നിങ്ങൾക്ക് PGCE അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ബോത്ത് BEd ആൻഡ് PGCE ആർ ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ്. പിന്നെ നിങ്ങൾ യൂണിവേഴ്സലായിട്ട് ഇപ്പോൾ GCCൻ്റെ പുറത്തൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGCE അഡീഷണൽ ആയിട്ട് ചെയ്യാം, ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് BEd ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പുറമെ വേറൊരു കാര്യം നോക്കണ്ട. ബിക്കോസ് രണ്ടിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ദെൻ IELTS റിക്വയർമെൻറ്റ്. IELTS വേണോ വേണ്ടയോ എന്നുള്ളത് ഒരുപാട് പേർക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ്. UAEയിൽ ചില സ്കൂൾസ് IELTS 6 ബാൻഡ് അല്ലെങ്കിൽ അക്കാഡമിക് സ്കോർ 6+ എല്ലാം പ്രിഫർ ചെയ്യുന്നുണ്ട്. ചില സ്കൂൾസ് ഇതിനർത്ഥം എല്ലാ സ്കൂൾസിലും മാൻഡേറ്ററി ആണെന്നല്ല. ചില സ്കൂൾസ് അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണെങ്കിൽ 7 എബവ് സ്കോർ പ്രിഫർ ചെയ്യുന്നുണ്ട്. സം സ്കൂൾസ് അക്സെപ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് IELTS സ്കോർ ഇല്ലെങ്കിലും ചില സ്കൂൾസൊക്കെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ചില സ്കൂൾസിന് മാത്രമാണ് IELTS നിർബന്ധമാക്കിയിട്ടുള്ളത്. സ്റ്റിൽ IELTS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ സ്കൂൾസിലൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആവും. ദെൻ ടീച്ചിങ് അസിസ്റ്റൻറ്റ് റോൾസിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മൾ സ്കൂളിൽ കോമൺ ആയിട്ട് കാണാറുള്ളൊരു പൊസിഷനാണ് ഈ ഒരു ടീച്ചിങ് അസിസ്റ്റൻ്റ് എന്നുള്ളത്. ഇത് ടീച്ചിങ് അസിസ്റ്റൻ്റ് എന്നും ക്ലാസ് റൂം അസിസ്റ്റൻ്റ് എന്നും അല്ലെങ്കിൽ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻസ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്, ഈ ഒരു റോളിന് പറയാറുണ്ട്. ടീച്ചിങ് അസിസ്റ്റൻസ് മെയിൻലി ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ ഹെൽപ്പ് ചെയ്യുക, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുക, മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക, ക്ലാസ് റൂം സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസിൽ വരുന്നത്. പിന്നെ ആരൊക്കെ ഈ ഒരു ടീച്ചിങ് അസിസ്റ്റൻറ്റ് റോൾസ് ചൂസ് ചെയ്യണം? അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് BEd ഉണ്ട്, അല്ലെങ്കിൽ PG MSc MA ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടീച്ചിങ് റോളിലേക്ക് അപ്ലൈ ചെയ്യരുത്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ടീച്ചർ റോൾസിലേക്ക് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തത്, നിങ്ങൾക്ക് BEd ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് അസിസ്റ്റൻറ്റ് റോൾസിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എൻട്രി ലെവലിലാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടീച്ചിങ് അസിസ്റ്റൻറ്റ് റോൾസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് പിന്നീട് ലേറ്റർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ടീച്ചേഴ്സ് റോളിലേക്ക് മൂവ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഓൾറെഡി ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ടത് ഡയറക്റ്റ് ടീച്ചർ പൊസിഷനിലേക്കാണ്. അപ്പം ഇനി നമുക്ക് ഓരോ കൺട്രീസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. UAE യൂഷ്വലി റിക്വയർ ചെയ്യുന്നത് ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd അല്ലെങ്കിൽ PGCE ആണ്. ചില സ്കൂൾസ് IELTS ഓൾസോ ചോദിക്കാറുണ്ട്. ദെൻ ഖത്തർ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി പ്ലസ് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ലൈക്ക് BEd അല്ലെങ്കിൽ PGCE തന്നെയാണ് അവരും പ്രിഫർ ചെയ്യുന്നത്. സൗദി അറേബ്യ ഇതുപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ. കുവൈത്ത്, ഒമാൻ, ബഹ്റൈൻ സിമിലർ ആണ്, ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd അല്ലെങ്കിൽ PGCE തന്നെയാണ്. അവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർബന്ധമായിട്ടും നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ ടീച്ച് ചെയ്യാൻ പോകുന്നത് ആ സബ്ജക്റ്റിൽ തന്നെ ഡിഗ്രി നമ്മൾക്ക് മാൻഡേറ്ററി ആണ്. സോ നിങ്ങൾ GCCയിൽ ടീച്ചിങ് കരിയർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രോങ് ക്വാളിഫിക്കേഷൻ പാത്വേ ബിൽഡ് ചെയ്യുക എന്നുള്ളതിലാണ്. മോസ്റ്റ് കോമൺ പാത്വേ എന്ന് പറയുന്നത് ഈ ഒരു ബാച്ചിലർ ഡിഗ്രി പ്ലസ് BEd അല്ലെങ്കിൽ PGCE തന്നെയാണ്. ഏർലി ചൈൽഡ്ഹുഡ് സെക്ടറിലാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ട്രെയിനിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ലെവൽ 3 എടുക്കാം. ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ ടീച്ചിങ് അസിസ്റ്റൻസ് റോള് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, റാൻഡം കോഴ്സസ് എല്ലാം ചെയ്യാൻ റഷ് ചെയ്യരുത്. ഫസ്റ്റ് നിങ്ങളുടെ കരിയർ ഗോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അതിന് മാച്ച് ആവുന്ന ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് GCC കൺട്രി റിക്വയർ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ക്വാളിഫിക്കേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം GCC സ്കൂളിൽ ജോബ് കിട്ടാൻ ഇത് കൂടാണ്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് റെസ്യൂമേ, പ്രോപ്പർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് ഡെമോ ക്ലാസ് പ്രിപ്പറേഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ GCC ടീച്ചിങ് സീരീസിൽ വേറൊരു യൂസ്ഫുൾ ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.